CBSE 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് ഒരു മാത്തമാറ്റിക്സ് കോച്ചിങ് ആണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിലെ എക്സസൈസിൻ്റെ സൊല്യൂഷൻസ് നൽകുന്നതാണ്. കൂടാതെ ഓരോ ചാപ്റ്റർ വൈസ് അഡീഷണൽ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും നൽകുന്നതാണ്. 2020-21 അക്കാഡമിക് ഇയറിലെ മാത്തമാറ്റിക്സ് സിലബസ് ആണിത്. 7 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നൽകിയിരിക്കുന്നത്. യൂണിറ്റ് 1 നമ്പർ സിസ്റ്റംസിലെ ഒരേ ചാപ്റ്ററാണ് റിയൽ നമ്പേഴ്സ്. ഈ ചാപ്റ്ററിൽ നിന്നും ബോർഡ് എക്സാമിന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്. നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. റിയൽ നമ്പേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. അതായത് നമ്പർ സിസ്റ്റം. ഹോൾ നമ്പർ സിസ്റ്റത്തിനെ 2 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റിയൽ നമ്പേഴ്സ് ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതിൽ റിയൽ നമ്പേഴ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിനു മുന്നേ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ് എന്ന് നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സ് were earlier known as imaginary numbers. മുൻപ് ഇതിനെ ഇമാജിനറി നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇമാജിനറി നമ്പേഴ്സിന് ഒരു എക്സാമ്പിളാണ് സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് -1 നമുക്കറിയാം. അതിന് വാല്യൂ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അതിനെ സിംബോളിക്കലി I എന്നാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ അത് എററാണ് കാണിക്കുന്നത്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ഓഫ് ദിസ് ഇമാജിനറി നമ്പറാണ് ഇൻഫിനിറ്റി. വാട്ട് ഈസ് ഇൻഫിനിറ്റി? എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 ഈസ് കൺസിഡേർഡ് ആസ് ഇൻഫിനിറ്റി. അല്ലേ? നമ്മൾ ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് എററാണ് കാണിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ സച്ച് നമ്പേഴ്സ് whose value we don't even know, that numbers are called imaginary number and it comes under the category of complex numbers. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കായ റിയൽ നമ്പേഴ്സിലേക്ക് വരാം. എന്താണ് റിയൽ നമ്പേഴ്സ്? നിയർലി എനി നമ്പർ യു ക്യാൻ തിങ്ക് ഓഫ് ഈസ് എ റിയൽ നമ്പർ. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെയും റിയൽ നമ്പർ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. റിയൽ നമ്പേഴ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹോൾ നമ്പേഴ്സ്. വാട്ട് ഈസ് ഹോൾ നമ്പേഴ്സ്? 0, 1, 2, 3 etc. are called whole numbers. Next one is rational numbers. റാഷണൽ നമ്പേഴ്സിൽ ഉൾപ്പെടുന്നതാണ് ഫ്രാക്ഷൻസ്. എന്താണ് ഫ്രാക്ഷൻസ്? 2/3, 1/2 etc. all comes under fractions. അങ്ങനെ എഴുതുന്ന നമ്പേഴ്സാണ് ഫ്രാക്ഷൻസ്. പിന്നെ ഡെസിമൽസ് ആണ്. ലൈക്ക് 0.22, 1.2 etc. ഫ്രാക്ഷൻസും ഡെസിമൽസും ചേർന്നതാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇറാഷണൽ നമ്പേഴ്സ്. സോ എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് നോക്കാം. ഇറാഷണൽ നമ്പേഴ്സ് ആർ നമ്പേഴ്സ് ഹൂസ് വാല്യൂസ് ആർ നെവർ എൻഡിങ്. ഒരു എക്സാമ്പിളാണ് പൈ എന്ന് പറയുന്നത്. നമ്മൾ പൈ 22/7 എന്ന് എഴുതുമെങ്കിലും അതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അതുപോലെ മറ്റൊരു ഇറാഷണൽ നമ്പേഴ്സാണ് സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിൻ്റെ എല്ലാം സ്ക്വയർ റൂട്ട് ഇറാഷണലാണ്. അതായത് √2, √3, √7 എല്ലാം വാല്യൂസും ഇറാഷണലാണ്. ദീസ് ആർ ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. Negative numbers also comes under the category of real numbers. So we can say that real number include positive numbers, negative numbers as well as 0. So all these numbers comes under the category of real numbers. So complex numbers ഒഴികെ ബാക്കി എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണ്. We are going to discuss 2 theorems in this chapter. Euclid's divisional lemma and fundamental theorem of arithmetic. Let's first see Euclid's divisional lemma. As its name suggests, it has to do with divisibility of integers. ഇൻറ്റിജേഴ്സിൻ്റെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ഈ തിയറം. എന്താണ് ഇൻറ്റിജേഴ്സ് എന്നറിയാമോ? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ അല്ലാത്ത നമ്പേഴ്സാണ്. ദാറ്റ് ഈസ്
ഇൻറ്റിജേഴ്സ് ഇസ് എ നമ്പർ വിച്ച് ഈസ് നോട്ട് എ ഫ്രാക്ഷൻ. ഒരു ഹോൾ നമ്പറിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ലെറ്റ് us say any positive integer a can be divided by another positive integer b. അതായത് a എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജറിനെ b എന്ന് പറയുന്ന മറ്റൊരു പോസിറ്റീവ് ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ in such a way that it leaves a remainder r that is smaller than b. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു റിമൈൻഡർ 6 വരുന്നുണ്ട്. ആ 6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബിയുടെ വാല്യൂയേക്കാൾ ചെറുതായിരിക്കും. അതായത് എ ആൻഡ് ബി, എ ഡിവിഡൻറ്റ് ബി ഡിവൈസർ ആകുമ്പോൾ കോഷ്യൻ്റ് ക്യൂവും റിമൈൻഡർ 6ഉം കിട്ടും. 6ൻ്റെ വാല്യൂ ഡിവൈസറിനേക്കാളും ചെറുതായിരിക്കും. അതായത് റിമൈൻഡർ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ഡിവൈസർ. Simply we can say it in the form of an equation, that is a by b. So a divided by b ചെയ്യുമ്പോൾ we get a quotient q and bq is x and we get a remainder r. അതായത് q ആണ് quotient എന്ന് പറയുന്നത്, r റിമൈൻഡറും b അതിൻ്റെ ഡിവൈസറും ആകുന്നു. So we can write a by b as q and r by b. That is a by b is equal to bq plus r, b into q plus r whole divided by b, bq plus r by b. ഇക്വേഷൻ രണ്ട് സൈഡിലും ഡിനോമിനേറ്റേഴ്സ് b ക്യാൻസൽ ചെയ്യുമ്പോൾ a is equal to bq plus r എന്ന ഫോമിൽ ലഭിക്കും. ഇവിടെ റിമൈൻഡർ rൻ്റെ വാല്യൂ ഡിവൈസർ bയേക്കാളും ചെറുതായിരിക്കും. ഓൾസോ അത് 0യേക്കാൾ ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്ററുമായിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് as 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ b. Euclid divisional algorithm and Euclid divisional lemma both are discussed in this chapter. So let us see the difference between algorithm and lemma. എന്താണ് algorithm and lemma തമ്മിലുള്ള വ്യത്യാസം? Algorithm is a series of steps used for solving a particular type of problem. സീരീസ് ഓഫ് സ്റ്റെപ്സ് യൂസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി എന്താണ് ലെമ? ലെമ ഈസ് എ പ്രൂവൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ടു പ്രൂവ് അനദർ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രൂവൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാം. സോ ദീസ് ആർ algorithm and lemma. Let us note down the theorem of Euclid's divisional lemma. The theorem is as follows. Given positive integers a and b, there exist unique integer q and r satisfying a equals bq plus r, where 0 less than or equal to r less than b. അതായത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സിന് യുണീക്കായി ക്യൂ ആൻഡ് ആർ എന്ന ഇൻറ്റിജേഴ്സ് ഉണ്ടെങ്കിൽ ഇവയെ നമുക്ക് എ ഈക്വൽസ് ബി ക്യൂ പ്ലസ് ആർ എന്ന ഫോമിൽ എഴുതാം, where the value of r is greater than or equal to 0 or less than b. So this is Euclid's divisional lemma, and Euclid's division algorithm is based on this lemma. Let us discuss a puzzle given in our textbook. A trader was moving along a road selling eggs. An idler who didn't have much work to do started to get the trader into a wordy duel. This grew into a fight. He pulled the basket with eggs and dashed it on the floor. The eggs broke. The trader requested the panchayat to ask the idler to pay the broken eggs. The panchayat asked the trader how many eggs were broken. He gave the following responses. If counted in pairs, 1 will remain. If counted in threes, 2 will remain. If counted in fours, 3 will remain. If counted in fives, 4 will remain. If counted in sixes, 5 will remain. If counted in sevens, nothing will remain. My basket cannot accommodate more than 150 eggs. So we have to find out how many eggs were there in the basket. So from the above statements, let us write down some equations. If counted in sevens, nothing will remain, which translates to a is equal to 7p plus 0. If counted in 6, a is equal to 6q plus 5. For some natural number q. If counted in fives,
4 will remain. It translates to A is equal to 5W plus 4 for some natural number W. If counted in 4s, 3 will remain. That is A is equal to 4s plus 3 for some natural number S. And if counted in 3, 2 will remain. It translates to A is equal to 3t plus 2 for some natural number T. If counted in pairs, 1 will remain. It translates to A is equal to 2u plus 1 for some natural number U. So from the first equation, B is equal to 7 and R is equal to 0. And from this, B is equal to 6 and R is equal to 5. And next is B is equal to 5 and R is equal to 4. Next is B4 and R3. Next is B3 and R2. Next is B2 and R1. So ആദ്യത്തെ ഈ ഇക്വേഷൻ ഒഴികെ ബാക്കി എല്ലാ ഇക്വേഷൻ എടുത്താലും B and R തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. That is difference between B and R is 1. 6 minus 5 is 1, 5 minus 4 is 1, 4 minus 3 is 1, 3 minus 2 is 1, 2 minus 1 is 1. That is the difference between the divisor and the remainder is 1. Now let us consider the total number of x is equal to x. x ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെ 2, 3, 4, 5 and 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ലെസ് ദാൻ ദി ഡിവൈസർ ആയിരിക്കും. ദാറ്റ് ഈസ് when divided by 2, 3, 4, 5 and 6, the remainder is 1 less than the divisor. അതായത് 6, 5, 4, 3, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, 4, 3, 2, 1 കിട്ടുന്നു. ഈച്ച് ആർ 1 ലെസ് ദാൻ ദ ഡിവൈസർ. അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് LCM ഓഫ് 2, 3, 4, 5, 6 അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസിൽ നിന്നും ഒന്ന് കുറവായിരിക്കും. ദാറ്റ് ഈസ് ദസ് എക്സ് ഈസ് 1 ലെസ് ദാൻ LCM of 2, 3, 4, 5, 6 or 1 less than the multiple of the same. Let's now calculate the LCM of 2, 3, 4, 5, 6. Hope everyone know how to calculate the LCM. So we got LCM is equal to 60. So x in the value എന്ന് പറയുന്നത് 60യുടെയോ മൾട്ടിപ്പിൾസ് ഓഫ് 60യുടെയോ 1 ലെസ് ആയിരിക്കും. So multiples of 60 120 ഉണ്ട് 180 ഉണ്ട്. എക്സിൻ്റെ വാല്യൂ 150യേക്കാൾ ചെറുതാണെന്ന് പറയുന്നുണ്ട്. സോ വി ക്യാൻ ഇഗ്നോർ 180 ആൻഡ് ഇറ്റ്സ് ഹയർ മൾട്ടിപ്പിൾസ്. സോ ആസ് LCM is equal to 60, x is equal to 60 minus 1 or 120 minus 1. 60 minus 1, that is 59. That is not divisible by 7. From the very first equation we know that x is completely divisible by 7. So 59 cannot be the value of x. Now let us see 120 minus 1. 120 minus 1 is equal to 119. And 119 is divisible by 7. That means the number of x was 119. Hence solved. Now let us see Euclid's division algorithm. Euclid's division algorithm is a technique to compute HCF of two given positive integers. രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ HCF കമ്മ്യൂട്ട് ചെയ്യാനുള്ള ടെക്നിക്കാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം. എന്താണ് HCF അഥവാ ഹയസ്റ്റ് കോമൺ ഫാക്ടർ? രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് A ആൻഡ് B ഉണ്ടെങ്കിൽ അതിന് ഡിവിസിബിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് നമ്പർ D, അതാണ് എയുടെയും ബിയുടെയും HCF എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് HCF of two positive integers a and b is the largest integer d that divides both a and b. Let us state the theorem of Euclid's division algorithm. To obtain the HCF of two positive integers, say a and b, with a greater than b, follow the steps. യൂക്ലിഡ്സ് ഡിവിഷണൽ ലെമയെ ബേസ് ചെയ്താണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷണൽ ലെമ ടു ദിസ്. സ്റ്റെപ്പ് 1 ഈസ് അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷണൽ ലെമ ടു എ ആൻഡ് ബി. സോ വി ഫൈൻഡ് ഓൾ നമ്പേഴ്സ് ക്യൂ ആൻഡ് ആർ സച്ച് ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. എന്താണ് സ്റ്റെപ്പ് 2 എന്ന് നോക്കാം. സ്റ്റെപ്പ് 1ൽ ആർ 0 കിട്ടുകയാണെങ്കിൽ ബി ആയിരിക്കും അതിൻ്റെ HCF എന്ന് പറയുന്നത്. അതായത് എയുടെയും ബിയുടെയും HCF ബി ആയിരിക്കും. ബട്ട് ഇഫ് ആർ ഈസ് നോട്ട് ഈക്വൽ ടു 0, അഗെയിൻ വി ഹാവ് ടു അപ്ലൈ ഡിവിഷണൽ ലെമ
to B and R. That is, if R is equal to 0, B is the HCF of A and B. If R not equal to 0, again we have to apply divisional lemma to B and R. Step 3 എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം till റിമൈൻഡർ 0 ആവുന്നത് വരെ. റിമൈൻഡർ 0 ആവുമ്പോൾ ആ ടൈമിലെ ഡിവൈസർ എന്താണോ അതാണ് HCF of A and B എന്ന് പറയുന്നത്. That is, continue the process till the remainder is 0. The divisor at this stage will be the required HCF. That is the highest common factor. Euclid's algorithm use ചെയ്ത് ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്യാം. Let us see a question. Use Euclid's algorithm to find HCF of 4052 and 12576. Here 4052 and 12576 12576 is greater than 4052. So ഇവിടെ A എന്ന് പറയുന്നത് 12576 B എന്ന് പറയുന്നത് 4052 ആണ്. സോ നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷണൽ ലെമ്മ അപ്ലൈ ചെയ്യാം. അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂക്ലിഡ്സ് അൽഗോരിതത്തിൻ്റെ. അതായത് A is equal to BQ plus R. A 12576 ആണ്. So let us find out the Q and R. So we will solve like this. 12576 by 4052 3 times ആണ്. 3 times 4052 is 12156. So we will get a remainder of 420. So we get Q as 3 and R as 420. So we will write A is equal to BQ plus R. B is 4052 into Q is 3 plus R is 420. So this is the first step. Now let us do the second step. Second step അനുസരിച്ച് R 0 ആണെങ്കിൽ B ആണ് HCF of 4052 and 12576. പക്ഷേ ഇവിടെ R എന്ന് പറയുന്നത് 420 ആണ് നമുക്ക് കിട്ടിയത്. അത് it's not equal to 0. Therefore we have to again apply Euclid's divisional lemma between the remainder R 420 and 4052. That is, A is equal to BQ plus R, and here A is 4052, B is 420, and let us find out the Q and R. 4052 will 420 9 times 3780 കിട്ടും. So remainder 272 കിട്ടി. That is 420 into 9 plus 272. Step 2 complete ആയി. യൂക്ലിഡ്സ് ഡിവിഷണൽ അൽഗോരിതം പറയുന്നത് നമുക്ക് R 0 കിട്ടുന്നത് വരെ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. അതായത് അഗെയിൻ വി ഹാവ് ടു അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷണൽ ലെമ്മ ബിറ്റ്വീൻ ദ R 272 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 420. സോ നമുക്ക് അഗെയിൻ അപ്ലൈ ചെയ്യാം. അഗെയിൻ വി വിൽ റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് A is equal to BQ plus R, and here A will be 420 and B will be 272. So as per the equation A is equal to BQ plus R, we will write 420 is equal to, we will find out the Q and R for 420 and B 272. We will divide it and we will find that it will go 1 times, that is 272, and the remainder will be 148. So we can write it as BQ, that is 272 into 1 plus 148. A is equal to BQ plus R. Again here R is 148 and it is not equal to 0. So we have to continue this step till we get R equal to 0. Again നമുക്ക് R 0 അല്ല. So 148 not equal to 0. We again apply the divisional lemma between 272 and 148. 272 നേരത്തെ ഇക്വേഷനിലെ B ആയിരുന്നു, 148 റിമൈൻഡർ ആറും ആയിരുന്നു. സോ അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നത് ആ ബിയും ആറും ആണ്. സോ ഇവിടെ 272A ആവും. വി വിൽ റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം A is equal to BQ plus R. B 148 ആണ്. So we will do the division 272 by 148 and we have to find out the Q and R. We will get 1 times 148, that is the remainder will be 124. So we can write it as 148 into 1 plus 124.
Again we got that r is equal to 124 and it is not equal to 0. That is, we have to again apply divisional lemma between r124 and b148. So we will write 148 as A and 124 as B. We can write it as 148 equals 124 into 1 plus 24. We get 24 as remainder and again it's not equal to 0. That is, we will again repeat the process of application of divisional lemma between the 24 and 124. And 124 here become A. We will divide it with 24. We will get 5 times 120 and the remainder will be 4. So we can write it as 124 equals 24 into 5 plus 4. Again the remainder r4 not equal to 0 and we will apply the divisional lemma between the r4 and b24. So A become 24 and B become 4. 24 by 4 gives 6 times and we got r equal to 0. That is, our problem is solved. നമുക്കറിയാം r 0 ആവുന്ന എപ്പോഴാണോ ആ സമയത്തുള്ള ബിയുടെ വാല്യൂ ആണ് HCF ഓഫ് 4052 and 12576. ഇവിടെ r 4 ആണ്. സോ 4 is the HCF of 4052 and 12576. An important characteristic to note down is 4 is the HCF of 4052 and 1576. Similarly, 4 is the HCF of 24 and 4, 124 and 24, 148 and 124, 272 and 148, 420 and 272, 4052 and 420, and finally 12576 and 4052. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഡിഫറെൻറ്റ് എ ആൻഡ് ബി വാല്യൂസ് എടുത്തു. അതിൻ്റെ എല്ലാം HCF 4 ആണ്. The summary of today's class. Today we learned about real numbers and complex numbers. We also discussed about the theorem Euclid's divisional lemma. We see how it came. We noted down the theorem and also we learned about the difference between algorithm and lemma. We also learned that Euclid's division algorithm is based on Euclid's divisional lemma. We also solved the puzzle given in the textbook which is based on Euclid's divisional lemma. We learned about Euclid's division algorithm and also we noted down the theorem. We also learned the steps to find the HCF of two numbers using Euclid's divisional algorithm. So these are all the topics we discussed today. ഒരു തറോ ലേണിങ്ങിന് തീർച്ചയായും നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഇക്വേഷൻസ് എല്ലാം ഒരു ഡിഫറെൻറ്റ് കളർ ഇങ്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിന് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ടോപ്പിക്കിൻ്റെ എക്സാമ്പിൾസ് എക്സസൈസ് 1.1 എല്ലാം സോൾവ് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഉണ്ട്, അതും പ്രാക്ടീസ് ചെയ്യുക.